ഇപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻവെർട്ടർ കൂടെ റൺ ചെയ്യത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് നമ്മളടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഡോക്ടറെ ഒന്നും പേടിക്കണം. 36 ഫീറ്റിലാണ് എൻ്റെ ഹൈറ്റ് വരുന്നത് സ്ട്രക്ചറിൻ്റെ. ഉണ്ടോ, നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കാര്യം ഇതൊരു ഈസിയായിട്ട് മുകളോട്ട് പോകുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. 15 കിലോട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. പെർ ഫേസ് 15. നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞങ്ങൾ ചെയ്ത ഒരു 15 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ വിശേഷം പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതെ, ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലെക്സ് ആർട്ടാണ്. അപ്പോൾ അതിനകത്ത് പല ടൈപ്പിലെ ഇൻവെർട്ടറുകളും പല ടൈപ്പിലെ ടോപ്പോളജിയും നമ്മൾ വെച്ചിട്ടാണ് ഓരോരോ സിസ്റ്റങ്ങളും ഇൻറ്റഗ്രേഷൻ ചെയ്യുന്നത്. AC കപ്ലിംഗ്, DC കപ്ലിംഗ് എന്നുള്ള മെത്തേഡ്സ് ഉണ്ട്. 2 മെത്തേഡ്സ് ഉണ്ട്. അതായത് അത് ബാറ്ററി എവിടെ നിന്നാണ് ചാർജ് ആവുന്നത്, DC-ന്ന് ഡയറക്റ്റ് ആയിട്ടാണോ ചാർജ് ആവുന്നത്, അതോ AC-യിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അഗൈൻ കൺവേർട്ട് ചെയ്ത് DC-യിലോട്ട് കൺവേർട്ടേഷൻ ചെയ്തിട്ടാണോ എന്നുള്ള രീതിയിലാണ് അത് AC കപ്ലിംഗ് ആണോ DC കപ്ലിംഗ് ആണോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ഇൻവെർട്ടറുകളുണ്ട്, ലോ വോൾട്ടേജ് ഇൻവെർട്ടറുകളുണ്ട്. അങ്ങനെ പല ടൈപ്പിലെ ഇൻവെർട്ടറുകളുണ്ട്. അപ്പോൾ ഏത് ടോപ്പോളജി വേണം, ഏത് ഇൻവെർട്ടർ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഒരു ആർട്ടാണ്. ഓക്കെ, ഞാൻ ഈ ഒരു സൈറ്റിൽ ഒരു 15 കിലോവാട്ട് ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ, അത് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അത് നമ്മൾ പറയും ഇത് എന്താ ഈ സിസ്റ്റങ്ങളൊക്കെ റൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് റൺ ചെയ്യണമല്ലോ. അതും കൂടെയാണ് നമ്മൾ കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പർട്ടിക്കുലർ ഇൻവെർട്ടർ നമ്മൾ ഈ ഒരു പ്രോജക്റ്റിൽ യൂസ് ചെയ്തെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, ഇപ്പോൾ 15 കിലോ വാട്ടിൻ്റെ 2 കമ്പനിയുടെ ഇൻവെർട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഡേറ്റ ഷീറ്റ് നമ്മൾ എടുത്ത് റിവ്യൂ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് അതിനകത്ത് എത്ര PVയുടെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജ് റേഞ്ച് എത്രയാണ്, ഇല്ലെങ്കിൽ അതിനകത്ത് സർജ് എത്ര എടുക്കാൻ പറ്റും, അതിൻ്റെ അൺബാലൻസ് ലോഡ് എത്രയുണ്ട്, പെർ ഫേസിൽ എത്ര ലോഡ് എടുക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഓരോ സിസ്റ്റവും ഓരോ ഇൻവെർട്ടർ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ അതുമാത്രമല്ല നമ്മുടെ ആ പെർമിസിസിൽ ഇല്ലെങ്കിൽ ആ ഒരു വീട്ടിലുള്ള ലോഡ് പാറ്റേണും കൂടെ നമ്മൾ നോക്കിയിട്ടാണ് ഏത് ഇൻവെർട്ടർ വേണമെന്നുള്ള കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ഒരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആ ലിഫ്റ്റ് കമ്പനിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇൻവെർട്ടർ കൂടെ റൺ ചെയ്യത്തില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അപ്പം ക്ലയൻറ്റ് നമ്മുടെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് നമ്മൾ പറഞ്ഞു ഡോക്ടറെ ഒന്നും പേടിക്കണ്ട, കറണ്ട് ഇല്ലാത്ത സമയത്ത് ഞാൻ ആ ലെഫ്റ്റ് റൺ ചെയ്ത് തരാം. അപ്പം ഈ സപ്ലൈ ചെയ്ത ആൾക്കാരുടെ ടെക്നീഷ്യൻ വന്നപ്പോഴും ചേട്ടാ ഇത് ഇൻവെർട്ടർ കൂടെ റണ്ണാവുമോ? അതെ, ഇത് റണ്ണാവത്തില്ല എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. റണ്ണാവത്തില്ല എന്നവർ പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു എക്യുപ്മെൻറ്റിന് ഇപ്പോൾ എന്താണ് വോൾട്ടേജ്, ഇപ്പോൾ 230 വോൾട്ട്, അത് മാത്രമല്ല എത്ര ആംസ് ആണ് വരുന്നത്, നമ്മൾ പ്രോപ്പർ ആംസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി ആ എക്യുപ്മെൻറ്റ് റണ്ണാവുമല്ലോ, തീർച്ചയല്ലേ. ഇപ്പോൾ KCB എന്നാണെങ്കിൽ ഇപ്പോൾ 230 വോൾട്ട് എത്ര ആംസ് അനുസരിച്ച് അതനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഏതൊരു സോഴ്സ് ആണെങ്കിൽ ചിലപ്പോൾ ജനറേറ്റർ ആയിരിക്കും, ഇൻവെർട്ടർ ആയിരിക്കും. ഇപ്പോൾ ഒരു എക്യുപ്മെൻ്റ് അറിയത്തില്ല അത് സോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന്. നമ്മളിപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് റൺ ആവുമെന്ന് നമ്മൾ പറഞ്ഞാൽ അത് സിസ്റ്റം കംപ്ലീറ്റ്ലി റണ്ണാവുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. ഇവിടെ ഒരു പൂളും ഉണ്ട്, ഇവിടെ ഒരു ലിഫ്റ്റും ഉണ്ട്. ഈ വീട്ടിലെ മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ EV ചാർജറും ഉണ്ട്. അതും കൂടെ നമുക്ക് സോളർ കൂടെ റൺ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് ഇതാകുന്നത്. അപ്പോൾ എന്തായാലും ഈ സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ആ ലിഫ്റ്റും പിന്നെ ഈ പൂളുമാണ്. പിന്നെ കുറേ AC-കളും കാര്യങ്ങളുണ്ട്. അപ്പം AC-യുടെ കാര്യങ്ങളൊന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവെർട്ടർ AC-കളാണ്. അപ്പം മൊത്തം 15 കിലോട്ടിൻ്റെ ഇൻവെർട്ടർ കപ്പാസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 70 to 80% മാക്സിമം ലോഡ് ചെയ്യാനാണ്, കണ്ടിന്യൂസ് ലോഡ് കൊടുക്കാനാണ് നമ്മൾ ക്ലയൻ്റ് അടുത്ത് കസ്റ്റമർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒബ്വിയസ്ലി 15 കിലോട്ടിനേക്കാൾ കൂടുതൽ ഇവിടെ ലോഡുണ്ട്. പക്ഷേ ഈ ലിമിറ്റ് നമ്മൾ വേണം യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻവെർട്ടറിൻ്റെ അടുത്തോട്ട് പോയിട്ട് നമുക്ക് പറയാം എന്താണ് ഈ ഇൻവെർട്ടർ ഞങ്ങൾ ചൂസ് ചെയ്യാനുള്ള കാര്യം. അത് കഴിഞ്ഞിട്ട് ലോഡ് റൺ ചെയ്യുന്ന കൂടെ കാണിക്കാം. ഓക്കെ, ഇത് കണ്ടില്ലേ, ഈ ലിഫ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് സ്പേസേ എടുക്കുകയുള്ളൂ. പക്ഷേ ഇൻവെർട്ടർ കൂടെ റൺ ചെയ്തില്ലെന്ന് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം ഇത് റണ്ണാവുമെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ നിലവിൽ ഇൻവെർട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്, സോളാർ പാനൽ ഓഫ് ചെയ്തിട്ടുണ്ട്, ബാറ്ററിന് മാത്രമാണ് ലോഡ് റണ്ണാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് സിസ്റ്റം റൺ ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമുക്ക് ആദ്യമേ ലിഫ്റ്റിനെ ഒന്ന് വെയ്ക്ക് ചെയ്യാം. ഓക്കെ, വെയ്ക്ക് ആയിട്ടുണ്ട്. ലെറ്റ് സി ഇറ്റ് ക്യാൻ റൺ. അപ്പോൾ ഞാനിത് ഓപ്പൺ ചെയ്ത് കയറുവാണ്. അടിപൊളി. ഞാൻ ഫസ്റ്റ് ഫ്ലോർ വരെ പോവാണ്.
കണ്ടില്ലേ, ഇത് ഈസി ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ല. ത്രീ കിലോ വാട്ട് ഒക്കെ മാറി 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 വരുന്നുണ്ട്. 5 കിലോട്ടൊക്കെ വരുന്നുണ്ട്. അത് നമുക്കത് ലിഫ്റ്റ് ഓൺ ചെയ്തപ്പോഴാണ് മതി കേട്ടോ. അപ്പോൾ സംഭവം കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആണ്. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. യെസ്, 9 കിലോ വാട്ട് ലോഡ് ഉണ്ടോ? ഇപ്പോൾ വന്നായിരുന്നു 9 കിലോ വാട്ട്. അപ്പോൾ ലിഫ്റ്റ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്താ കാര്യം വെച്ചാൽ ലിഫ്റ്റ് വന്നിട്ട് 5 HP എന്നാണ് അവർ പറഞ്ഞത്. 5 HP ആണ് ഇതിൻ്റെ മോട്ടർ വന്നിട്ട്. സിംഗിൾ ഫേസ് ആണ്. നമ്മളിതിൻ്റെ ലോ വോൾട്ടേജ് നമുക്ക് ചെക്ക് ചെയ്ത് ആംസ് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത്. ചില സമയത്ത് 32 ആംസ് വരെ എടുക്കുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് 7.5 കിലോ വാട്ട് വരെ അത് പവർ കുറച്ച് സെക്കൻഡ്സിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, നോർമലാണെങ്കിൽ ഒരു 23 ആംസ് ആണ് എടുക്കുന്നത്. അപ്പം ഈ സംഭവം പ്രോപ്പറായിട്ട് റൺ ആവുന്നുണ്ട്. അത് നമുക്ക് സാധാരണ ഏതൊക്കെ ഒരു 15 കിലോ വാട്ട് ഇൻവേർട്ടറിൽ പെർ ഫേസ് 5 കിലോ വാട്ട് അല്ലേ വരേണ്ടത് അല്ലേ? അപ്പം അതായത് നമുക്ക് 100% അൺബാലൻസ് ലോഡെന്ന് നമുക്ക് ഡേറ്റ ഷീറ്റ് ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ചില ഇൻവെർട്ടറുകളിൽ നമുക്ക് 100% അൺബാലൻസ് ലോഡെന്ന് കാണിക്കും. ചില ഇൻവെർട്ടറിൻ്റെ അത് നോക്കുമ്പോൾ നമുക്ക് 110% അൺബാലൻസ് ലോഡെന്ന് കാണിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതിനകത്ത് പെർ ഫേസ് 50% വരെ ലോഡ് എടുക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ പെർ ഫേസ് 7.5 കിലോ വാട്ട് വരെ ഇത് എടുക്കും. അതായത് നമുക്കിപ്പോൾ ഒരു ഫേസ് 7.5 കിലോ വാട്ട്, ബാക്കിയുള്ള 2 ഫേസിൽ ഒരു ഫേസിൽ 3ഉം ഒരു ഫേസിൽ 4ഉം ആണെങ്കിൽ അത് 15 കിലോ വാട്ട് അങ്ങനെ എടുക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കാര്യം. ഓക്കെ, ഇനി അടുത്ത എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ കുറേ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റും, ഡ്രിൽ ചെയ്യുന്നത് കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ നിലവിൽ പവർ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം ഈ ആ ബാറ്ററി കൂടെ റൺ ആവുന്നത്. ഞങ്ങൾ PV ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി ഈ ബാറ്ററി കൂടെ നമുക്ക് ഈ പൂള് വർക്ക് ചെയ്യുന്നുണ്ടോ കാര്യം നോക്കാം. ആയോ? അപ്പോൾ ഇതാണ് നമ്മുടെ പൂള്. കസ്റ്റമർ ചോദിച്ചായിരുന്നു ഈ പൂളിൻ്റെ ഫിൽറ്റർ റൺ ആക്കാൻ പറ്റുമോ. അപ്പം നിലവിൽ ബാറ്ററീന് മാത്രമാണ് സംഭവം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൂളും വർക്ക് ചെയ്യുന്നുണ്ട്, ലിഫ്റ്റും വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ AC കളുണ്ട്. അത് ലിമിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചില 2 ടണ്ണിൻ്റെ AC ഉണ്ട്, ചിലത് 1.5 ടണ്ണുണ്ട്. അങ്ങനെ 8 AC കളുണ്ട് ഇവിടെ. അപ്പം 15 കിലോ വാട്ടിൻ്റെ പരിധിക്കുള്ളിൽ നമുക്ക് ഇവിടുത്തെ എക്യുപ്മെൻറ്റുകളെല്ലാം വർക്ക് ചെയ്യും. അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതൊരു സിംഗിൾ ഫേസ് 5 കിലോ വാട്ടിൻ്റെ 5 HP മോട്ടർ ആണെങ്കിലും അത് പ്രാക്ടിക്കലി 7.5 കിലോ വാട്ട് വരെ ലോഡ് എടുക്കും. ആ 7.5 കിലോ വാട്ടിൽ വരെ ചില സമയത്ത് കേട്ടോ, ചില സമയത്ത് 7.5 കിലോ വാട്ട് ലോഡ് എടുത്താലും അതുകൊണ്ടാണ് അത് ഇതെടുക്കുന്നത്. ചിലപ്പോൾ വേറെ ഇൻവെർട്ടർ ആണെങ്കിൽ ഈ സാധനം വർക്ക് ചെയ്യണമെന്നില്ല 15 കിലോ വാട്ടിൽ. അതാണ് എൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇൻവെർട്ടറിൻ്റെ അടുത്ത് പോകാം. നമ്മൾ ഏത് ഇൻവെർട്ടറാണ് വെച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, നമ്മൾ ഈ പ്രോജക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫെസ്റ്റിൻ്റെ ഇൻവെർട്ടറാണ്. ഫെസ്റ്റിൻ്റെ ഇൻവെർട്ടറിൽ 15 കിലോ വാട്ട് ഇൻവെർട്ടറാണത്. പെർ ഫേസിൽ നമുക്കറിയാമല്ലോ 15 കിലോ വാട്ട് ആണെങ്കിൽ 5 എന്നുള്ള രീതിയിലാണ് സാധാരണ ഇൻവെർട്ടറുകൾ എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നതും ഒരു ആർട്ട് പോലെയാണ്. അവിടുത്തെ നമ്മൾ ലോഡും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആണ്. അപ്പോൾ എല്ലാ ഇൻവെർട്ടറിലും ഇതുപോലെ തന്നെ പ്രവർത്തിക്കണമെന്നില്ല കേട്ടോ. കാര്യം ഇത് ലോഡ് എടുക്കുന്ന കാര്യം മാത്രമല്ലാതെ ഇതൊരു ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു സ്കാഡ കൺട്രോൾ വർക്ക് ചെയ്യുന്ന ഒരു മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് പ്രോട്ടോക്കോളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു ട്വിസ്റ്റ് പിടിച്ച പരിപാടിയാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഒരു തലവേദന ഇല്ലാതെ വർക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇൻവെർട്ടർ സെലക്ട് ചെയ്യുന്നതും ഒരു ആർട്ടാണെന്ന് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ ഇതിൻ്റെ വീഡിയോയുടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല ടൈപ്പിൽ ഇൻവെർട്ടറുകൾ നമ്മൾ വെച്ചിരിക്കുന്നത് കാണാം. പല ഹൈ വോൾട്ടേജോ ലോ വോൾട്ടേജോ ഇല്ലെങ്കിൽ DC കപ്പിൾഡ് ആയിട്ടുള്ള സിസ്റ്റം തന്നെ പല ടൈപ്പിലെ സിസ്റ്റങ്ങളൊക്കെ വെച്ചിരിക്കുന്ന പല ടൈപ്പിലെ സിസ്റ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഓരോ സൈഡിലും ഓരോരോ റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ 15 കിലോ വാട്ട് ഇൻവെർട്ടറിൽ 7.5 കിലോ വാട്ട് വരെ നമുക്ക് ഒരു ഫേസിൽ ലോഡ് കൊടുക്കാനുള്ളൊരു കാര്യമുണ്ട്. അതുമാത്രമല്ല 10 സെക്കൻഡിലോട്ട് 30 കിലോ വാട്ട് വരെ ഈ ഇൻവെർട്ടർ താങ്ങാനുള്ള ശേഷിയുണ്ട്. ചില ഇൻവെർട്ടറുകളിൽ ചിലപ്പോൾ അത് 24 കിലോ വാട്ട് വരെ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പം ഇത് ഓരോ ഇൻവെർട്ടറിൻ്റെ ഈ ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റിയും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വ്യത്യാസം വരും.
എന്തായാലും ഈ ഒരു റിക്വയർമെൻറ്റ്, ഈ ഒരു വീട്ടിലെ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ഈ ഒരു ഇൻവെർട്ടറിനെ കൊണ്ട് പറ്റി 15 കിലോ വാട്ടിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ ലിഫ്റ്റും ഇവിടുത്തെ AC-കളും ഇവിടുത്തെ EV ചാർജും എല്ലാം റൺ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ഇൻവെർട്ടർ ഓവർലോഡ് ചെയ്യാതെ അത് റെസ്പോൺസിബിളായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് കസ്റ്റമറുടെ കൂടെ ഉത്തരവാദിത്തമാണ്. അതെ, ഈ ഒരു സിസ്റ്റം ഹൈബ്രിഡ് സിസ്റ്റം നമ്മൾ വെച്ചെന്ന് പറഞ്ഞാൽ അത് വെച്ചെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ട് എപ്പോഴും വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് എന്നാലും ചെറിയൊരു ധാരണ വേണം ഈ സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ഒരാളെങ്കിലും ഈ സിസ്റ്റം എങ്ങനെ ആണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം തീർച്ചയായിട്ടും ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ലോഡ് വർക്ക് ചെയ്യും എന്നുള്ള കാര്യം ആദ്യം തന്നെ സിസ്റ്റം ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യമേ ചോദിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ സിസ്റ്റം അത് 100% സക്സസ്ഫുൾ ആയോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്, ശരിയാണ്. ടോട്ടൽ കണ്ടന്റ് ലോഡ് കൂടുതലാണെങ്കിലും ഇത് ഈ വീട്ടിലെ റിക്വയർമെൻ്റ് എല്ലാം മീറ്റ് ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ ഫുൾ ലോഡ് ഉള്ള ഇൻവെർട്ടറിൻ്റെ ഒരു സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം എക്സ്പെൻസും സിസ്റ്റത്തിൻ്റെ വലുതായിരിക്കും, ഇല്ലെങ്കിൽ ടോട്ടലി അതിൻ്റെ എക്സ്പെൻസ് ഹ്യൂജ് ആയിട്ട് മാറും ഹൈബ്രിഡ് സിസ്റ്റം വെക്കുകയാണെങ്കിൽ. അപ്പം അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ ഫുൾ ലോഡ് എപ്പോഴും റൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു 60 കിലോവാട്ടിന് ഇൻവെർട്ടർ വെക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ നമുക്കൊരു 15 കിലോവാട്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് റൺ ആക്കുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ റൺ ആവുന്നുണ്ട്. കറണ്ട് ഇല്ലാത്ത സമയത്തും എല്ലാ സംഭവങ്ങളും അവരുടെ ടൈമറിൽ വയ്ക്കുന്ന ഇത് കണ്ടല്ലേ, ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളും ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇതിനകത്തൂടെ റൺ ചെയ്തോളും. ഹീറ്റ് പമ്പ്സ് ഉണ്ട്. ഈ ഒരു ഹീറ്റ് പമ്പ് മതി കണ്ടോ, അത് ജസ്റ്റ് ഒരു ഹീറ്റ് പമ്പ്. അത് ഒരു 400 വാട്ട്സ് എടുക്കുള്ളൂ. 400 ആണോ ലൈക്ക് പോട്ടെ, ഒരു 1 കിലോ വാട്ട് തന്നെ എടുക്കുമെന്ന് വിചാരിക്കുക. അത് ദാറ്റ്സ് എനഫ് ടു പവർ അല്ലെങ്കിൽ ഹോട്ട് വാട്ടറിന് വേണ്ടി എല്ലാ റൂമിലോട്ടും കൊടുക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഇതാണ്. ഇത് കണ്ടല്ലേ, ഇതിൻ്റെ അവരുടെ പൂളിൻ്റെ സംഭവങ്ങളൊക്കെയാണ്, എന്തോ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം ഇൻവെർട്ടർ കൂടെ റൺ ചെയ്തോളും. ഇത് 36 ഫീറ്റിലാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് സ്ട്രക്ചറിൻ്റെ. ഉണ്ടോ, നല്ല എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈറ്റിലാണ് നമ്മളിത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. കാര്യം ഇതൊരു ട്രഡീഷണൽ ഹൗസാണ്. അപ്പോൾ അതിൻ്റെ ഭംഗിയെ ഒരിക്കലും കുറവ് വരുത്താതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്താ ബ്യൂട്ടിഫുൾ അല്ലേ? നമുക്ക് നോക്കാം. ഇപ്പോൾ ലോ വോൾട്ടേജ് ഇൻവെർട്ടർ, ഇതൊരു ലോ വോൾട്ടേജ് ഇൻവെർട്ടറാണ്, 15 കിലോ വാട്ട് 3 ഫേസ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് സാധാരണഗതിക്ക് 3 ഫേസ് ഇൻവെർട്ടറുകൾ, ഈ ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ വരുന്നതിന് മുമ്പ് ഇത്ര വ്യാപകമായിട്ട് അവൈലബിൾ അല്ലായിരുന്നു. ഇത് ആക്ച്വലി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിവൈസാണ്. അപ്പോൾ ഇത് സാധ്യമാകുന്നത് നമുക്കിപ്പോൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഈ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്കിതിങ്ങനെ 3 ഫേസിൽ ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് ഗ്രിഡിനെ സോഴ്സായിട്ട് എടുക്കാൻ കുറേ അധികം കണ്ടീഷൻസ് ഉണ്ട്. ഒരു 3 ഫേസ് ഇൻവെർട്ടറിന് ഗ്രിഡിനെ സോഴ്സായിട്ട് എടുക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ KCB കറണ്ട് വേണം. രണ്ടാമത് ഇൻവെർട്ടർ ഒരു വോൾട്ടേജ് റേഞ്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അതിൻ്റെ റേഞ്ചിൽ വരണം. ഫ്രീക്വൻസി റേഞ്ചിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, അതിൻ്റെ പരിധിയിൽ വരണം. പിന്നെ RYB സീക്വൻസ്, ആറും വൈയും ബിയും അത് പ്രോപ്പർ സീക്വൻസിൽ തന്നെ ആയിരിക്കണം. പിന്നെ ഫേസ് ടു ഫേസ് വോൾട്ടേജ് നമുക്ക് ഒരു പരിധിക്ക് മുകളിൽ പോകാനും പാടില്ല. അപ്പോൾ ഇങ്ങനെ 5 കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ഫേസിനും വോൾട്ടേജും ഫ്രീക്വൻസിയും പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഓക്കെ, അന്നെങ്കിൽ മാത്രമേ ഈ ഒരു ഗ്രിഡ്, ഈ ഒരു ഇൻവെർട്ടർ ഗ്രിഡിൻ്റെ സോഴ്സായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ഈ സിസ്റ്റത്തിൽ 15 യൂണിറ്റാണ് സ്റ്റോറേജ് വെച്ചിരിക്കുന്നത്. അതായത് 15 യൂണിറ്റിൻ്റെ നമുക്കൊരു 80 to 90% നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും. പോട്ടെ, ഒരു 13 യൂണിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുമെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഇവിടുത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് കറണ്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഈ 13 യൂണിറ്റ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ രാത്രിയിൽ ഈ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിൽ നോർമൽ സമയത്ത് കറണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് ബൈപ്പാസ് ചെയ്ത് വർക്ക് ചെയ്യും. കറണ്ട് ഇല്ലാത്ത സമയത്ത് ബാറ്ററിയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ ഇവിടെ ഇതൊരു വലിയ വീടായതുകൊണ്ടും ഒത്തിരി യൂണിറ്റുകളും കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂർ 3.5 യൂണിറ്റൊക്കെ എടുക്കും. അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും,
നമുക്കിത് വർക്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഒരു മണിക്കൂർ കൊണ്ട് 3.5 യൂണിറ്റ് തീർന്നു. നമുക്കിതിനകത്ത് 13 യൂണിറ്റാണ് ഉള്ളത്, അല്ലെങ്കിൽ 15 യൂണിറ്റാണ് ഉള്ളത്. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടുന്നത് അത്യാവശ്യം 13 യൂണിറ്റാണ്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമുക്കിതിൻ്റെ ബാക്കപ്പ് എത്ര സമയം കിട്ടും, വേറെ എസ്പെഷ്യലി ഗ്രിഡോ സോളാർ പവറോ ഇല്ലാത്ത സമയത്ത് നമുക്ക് ബാറ്ററിന് മാത്രമേ നമുക്ക് പവർ കിട്ടത്തുള്ളൂ. അത് എത്ര സ്റ്റോറേജ് ഉണ്ടെന്ന് അതനുസരിച്ചിട്ടിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇൻവെർട്ടറിനകത്ത് 15 കിലോട്ട് ലോ വോൾട്ടേജ് സിസ്റ്റമാണ്. ഇതിനകത്ത് നമുക്കൊരു ഐസൊലേഷൻ ട്രാൻസ്ഫോമറോട് വരുന്നുണ്ട് ലോഡ് സൈഡിൽ. അപ്പം ഇതിൻ്റെ ലോഡ് സൈഡ് കുറച്ച് സേഫ് ആയിരിക്കും. നമുക്കിപ്പോൾ ഒരു ഇത് ലോ വോൾട്ടേജ് സിസ്റ്റം ആയതുകൊണ്ട് കുറച്ച് ബൾക്കി ആയിട്ടിരിക്കുന്നത്. ഹൈ വോൾട്ടേജ് സിസ്റ്റമാണ് കുറച്ചുകൂടെ നമുക്ക് സൈസ് കുറവായിരിക്കും. പിന്നെ വയറിംഗ് ഒക്കെ ഇത്രയൊന്നും വേണ്ടത്. ഇതുണ്ടല്ലേ, ഇതിൻ്റെ വയറിംഗ് നമ്മൾ ഈ 3 ബാറ്ററി കണക്ട് ചെയ്യാൻ 70 കേബിളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എത്ര ആംസ് എടുക്കും, ആംസ് കൂടുതലായിരിക്കും. എന്നാൽ ഹൈ വോൾട്ടേജ് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് ഇൻവെർട്ടറിൻ്റെ സൈസും കുറവായിരിക്കും, ബാറ്ററിയുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. പക്ഷേ എന്നാൽ ഇവിടുത്തെ ഒരു 15 കിലോമീറ്റർ ഹൈ വോൾട്ടേജ് സിസ്റ്റം എന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ സൈറ്റിൽ യൂസ് ചെയ്ത് ചിലപ്പോൾ അത് ലോഡ് റൺ ആവണമെന്നില്ല. അപ്പോൾ അതാണ് എൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ഓക്കെ, follow me for more updates regarding hybrid solar systems and latest technologies. Okay, thank you so much for watching. Yeah. Okay, എറിക്കെ നീ അത് മറ്റേ ഇത് ചെയ്തോ, ഏത് നമുക്ക് 2 ഇൻവെർട്ടർ ഓൺ ആക്കട്ടെ. 2 ഇൻവെർട്ടർ ഇൻപുട്ട് കൊടുത്തു. ഇൻപുട്ട് ഓൺ ആക്കണം. ഇപ്പോഴാണ് ഇൻപുട്ട് വരുന്നത് അല്ലേ? എത്ര ദിവസമായി ഓൺ ചെയ്ത്? വീടിൻ്റെ ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഫൈനലിലോട്ട് വരുവാണ്. നമ്മൾ AC ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, AC വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ AC ഇൻപുട്ട് വന്നിട്ടുണ്ട്. RVP പ്രോപ്പറാണ്. ഓക്കെ, സോ ഇൻവെർട്ടർ ഫൈനലി സ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യണം.